ഡിക്കി സ്പേസിൽ നമ്മുടെ MVD യൂസ് ചെയ്യുന്ന കുറേ എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കും. വായി ചേർത്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് പോകണം. ഫോർത്ത് ഡിവൈസ് അതുപോലെ തന്നെ ഒരു മെയിൻ ഡിവൈസ് ആണ്. ഹായ്, ഞാൻ ആപ്ലെക്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെയും ലോക്ക്ഡൗണും കാര്യമൊക്കെയാണ്, നല്ല മഴയും ഉണ്ട്. അപ്പോൾ മഴയൊന്നും തോന്നപ്പോഴാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വെളിയിൽ ഇറങ്ങിയത്. അപ്പം കുറേ പേര് നമ്മളോട് ചോദിച്ചു, ഈ ലോക്ക്ഡൗൺ ടൈമിൽ നീ എങ്ങനെയാണ് ഇത്രയും വീഡിയോ ചെയ്യുന്നത്? ആക്ച്വലി ഇത് നമ്മൾ ലോക്ക്ഡൗൺ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇടാൻ സാധിക്കുന്നത്. അപ്പം മഴയൊന്നും തോന്നുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പം വെളിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം നിങ്ങളും വീട്ടിൽ സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ ചാനൽ ഒരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു വീഡിയോ ഉണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ ഒന്നും അറിയത്തില്ല, വേറെ ആരും ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല. നമ്മുടെ MVD-യുടെ വണ്ടിയിലെ ടൂൾസും കാര്യമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അപ്പം ഒരിട്ടെങ്കിലും MVD പിടിക്കാത്ത, അല്ലെങ്കിൽ കേരള പോലീസ് ഇന്ന് കൈ കാണിക്കാതെ ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല. കാരണം വണ്ടി ഇറങ്ങുമ്പോൾ പോകുമ്പോൾ സ്ഥിരം ഒരു ചെക്കിങ്ങിൻ്റെ ഭാഗമായി നമ്മളെ പിടിക്കും, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ എന്തിനെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ വണ്ടിയിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യമൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു MVD-യുടെ ഇലക്ട്രിക് കാറിൻ്റെ 6 മാസത്തെ റിവ്യൂ. അതായത് ഇലക്ട്രിക് കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒറ്റ ചാർജിൽ 320 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമ്മുടെ ജിൻസാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി സ്പോർട്സ് കാർ ഓടിക്കുന്ന ഒരു ഫീലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പാക്കഡ് ഒരു വണ്ടി ഇലക്ട്രിക് കാറാണ്. അപ്പം വണ്ടി എടുക്കുന്ന മണ്ടത്തരമാണോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി MVD-യുടെ ഒരു 6 മാസത്തെ റിവ്യൂവിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പിംഗ് ആണ് ഇത്. അപ്പോൾ ആ ഒരു വീഡിയോ ലെങ്ത് കൂടിയോണ്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ സബ് RTO ഓഫീസിലാണ്. നമ്മളിവിടെ നമ്മുടെ ജിൻസാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ MVD-യുടെ കയ്യിലിരിക്കുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് സാറിനോട് നമുക്ക് തുടങ്ങാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ റിവ്യൂ ചെയ്ത നമ്മുടെ വണ്ടി ടാറ്റ നെക്സോൺ. അപ്പോൾ അതിൻ്റെ ഡിക്കി സ്പേസിൽ നമ്മുടെ MVD യൂസ് ചെയ്യുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിക്കിയിലുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിവൈസ് ആണ് ബാക്ക് ആൻഡ് ലൈറ്റ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കും. അപ്പം രാത്രിയിലാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ കൈ കാണിച്ച് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ റെഡ് ആവും, വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഗ്രീൻ ആവും, വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആവും. അങ്ങനെ 2 കളറിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡിവൈസ് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിവൈസ് ആണ് ആൽക്കോമീറ്റർ. ഇത് വെച്ചാൽ നമ്മുടെ ഒരാൾ മദ്യപിച്ചോ ഇല്ലെന്ന് അറിയാനാണ്. ഇത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യണം അല്ലേ? ടിപ്പ് കണക്ട് ചെയ്യുന്നിട്ട് നമ്മൾ ഊതിക്കുന്ന സാധനം. ഇത്ര എക്യുപ്മെന്റ്സ്, ഇതിന് ചാർജർ ഒക്കെ ഉണ്ടല്ലേ? ചാർജറും കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊതാൻ പറയും, ഊതിക്കും. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ് കൊടുക്കുന്നല്ലേ? ഓരോന്നാണ്. ഇത് യൂസ് ആൻഡ് ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിവൈസ് ആണ് ആൽക്കോമീറ്റർ. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. നമ്മൾ ഈ പവർ ബട്ടൺ ഓൺ ആക്കുവാണെങ്കിൽ ഡിസ്പ്ലേ ഓൺ ആവും. പിന്നെ ഇവിടെ നമുക്കൊരു യൂസ് ആൻഡ് ഒരു സ്ട്രോ നമുക്ക് വെക്കാൻ സാധിക്കും. അതായത് ഒരാൾ ഉപയോഗിച്ച് നമുക്ക് ഊരി മാറ്റി വെക്കാൻ പറ്റും. ഇവിടെ മദ്യപിച്ച് നമ്മളിപ്പോൾ ഊരി നോക്കുവാണെങ്കിൽ വായി ചേർത്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് പോകണം. ഫെയിൽഡ് പ്ലീസ്. അത് കണ്ടിന്യൂസ് ഊതണം, കുറച്ച് നേരം ഊതണം. കണ്ടിന്യൂസ് ഊതും എന്തോ നോക്കാം. ഓക്കെ, നമുക്കിത് അനലൈസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 0 ml ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പം മദ്യപിച്ചില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വായി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ആൻഡ് ത്രോ ആണ്, നമുക്കിത് എടുത്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഡിവൈസ്. നമുക്കിവിടെ ഓഫ് ആക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇതിൽ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച ആളുടെ ഫോട്ടോ ഇവിടെ വരും. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല, നമുക്കിതിവിടെ ഓഫ് ആക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങും അതേപോലെ തന്നെ കിറ്റും കാര്യമൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിവൈസ് ആണ് ഈ കാണുന്ന ടോർച്ച്. MVD ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ചാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ടോർച്ച് നമുക്ക് ഏത് ദൂരം വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ MVD ഉപയോഗിക്കുന്ന ടോർച്ചാണ്. ഇവിടെ താഴെ സ്വിച്ച് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് തീർന്നിരിക്കുകയാണ്. നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ഡിവൈസ്, അതുപോലെ തന്നെ ഒരു മെയിൻ ഡിവൈസ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പം ബസ്സിൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കുമായിരുന്നു. താക്കോലിട്ട് പൂട്ടി വയ്ക്കും. അപ്പം രാത്രിയിലൊക്കെയാണ് നമ്മളിങ്ങനെ പൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് സാറോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഓപ്പൺ ആക്കി എന്നിട്ട് ഇതിങ്ങനെ വലിക്കും. ഏതെങ്കിലും നമ്മൾ ഒഫൻഡർ കണ്ട് ആളടുത്തില്ല, നമുക്ക് വണ്ടി ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് വീല് നമ്മൾ അങ്ങ് ലോക്ക് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. അലോയിലാണോ ഇരിക്കുന്നത്? വീലിലൊന്ന് കാണിക്കാം. അലോയിലാണോ വെക്കുന്നത്? വീലിന്റെ ഏത് സൈഡിലായിരിക്കും സാർ വെക്കുന്നത്? ബാക്കിൽ. നമ്മൾ വീലും ബോഡിയായിട്ട് എവിടെയും ഇതിന്റെ കാറിന്റെ ചെയ്യാറില്ല, ബൈക്കിന്റെ ആളോ? ഓക്കെ ഓക്കെ. അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വെക്കും. ഇപ്പോൾ വണ്ടി അനങ്ങാത്ത രീതിയിൽ. ഓക്കെ ഓക്കെ.
ഇനി നമ്മൾ വണ്ടിയിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു റിഫ്ലക്റ്റിംഗ് കോട്ട് വരുന്നുണ്ട്, അതുപോലെ ഒരു റെയിൻ കോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്ലക്റ്റിംഗ് കോട്ട് നമ്മൾ രാത്രിയിൽ ഇടുവാണെങ്കിൽ എതിരെ വരുന്ന വണ്ടി വെട്ടമടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രസ്സ് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു റെയിൻ കോട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യുന്ന ഡിവൈസും വണ്ടിയിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു വണ്ടിയിൽ മെയിനായിട്ടുള്ള ഡിവൈസുകൾ. നല്ലപോലെ മഴ ചാറുന്നുണ്ട് മുന്നത്തേക്കാട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സൈൻ ഓഫ് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ വെറൈറ്റി കണ്ടന്റ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇറ്റ്സ് ആപ്പിൾ അലക്സ് സൈനിങ് ഔട്ട്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.